ആഹ് ഉം. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ സെഷൻ റെഡി സ്റ്റാർട്ട്. ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാ ദിവസവും പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലേണിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പല ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്. നമ്മൾ ലേണിംഗ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു സംഗതിയുണ്ട് നമ്മുടെ ലൈഫ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് അറിയിക്കുകയാണ്. മണി കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ പരസ്യമൊക്കെ വന്നിട്ടുണ്ടാവും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ. മണി കോൺക്ലേവ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ ആരെയും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. ആരെങ്കിലും പോകുന്നവരെന്ത് ഷാല് ഗോയിങ് എന്ന് ജി എന്ന് കമന്റ് ചെയ്യുക. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ജി എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ പ്രോഗ്രാമിന് പോകുന്നവർ ജി എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആണ് ജി. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. അതൊരു എക്സിബിഷൻ മോഡലിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് എൻ എക്സ്പോ. സോ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന പ്രോഗ്രാമാണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന പ്രോഗ്രാമാണ്. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ വെറും 499 രൂപയേ ഉള്ളൂ സ്റ്റാൾസ് വിസിറ്റ് ചെയ്യാൻ. പക്ഷേ 3000 രൂപയോളം വരുന്നുണ്ട് അതിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. 2 days ഇവൻ്റ് ആണ്. ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഗ്രാം. നല്ല പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവർ പോകാം. എൻ്റെ സുഹൃത്ത് അഫ്താബ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാർ അല്ലെങ്കിൽ എന്താ പറയുക കംപ്ലീറ്റ് ഇവൻറ്റും പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പ്രോഗ്രാം പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇന്നും നാളെയും നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് അറിയിച്ചതേ ഉള്ളൂ. കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പോകണം എന്ന നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് വെച്ചാൽ വൈകിയാണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ അപ്ഡേഷൻ അറിയിച്ചത്. ഓക്കെ, പ്രോഗ്രാം നടക്കുന്നുണ്ട്. വെരി ഗുഡ് പ്രോഗ്രാം. അടിപൊളിയായിരിക്കും. ഞാനും പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ, അപ്പോ ഇന്ന് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ലേണിംഗ്. വാട്ട് ഈസ് ലേണിംഗ്? എന്താ നമുക്ക് ലേൺ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചാണ്. എത്ര മണിക്ക് എണീറ്റത് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് കമന്റ് ഡൗൺ. എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റിട്ടുള്ളത്? ജസ്റ്റ് കമന്റ് ഡൗൺ. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ജസ്റ്റ് കമന്റ് ഡൗൺ. എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റത്? ടൈമിംഗ് ഒന്ന് കമന്റ് ചെയ്തോ. ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ജസ്റ്റ് ലേണിംഗ് ചുമ്മാ ലേൺ ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ ലേൺ ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ അറിയണം. ഓക്കെ, എന്താണ് ലേണിങ്ങിൽ ഇത്രയും അറിയാനുണ്ടോ, ചുമ്മാ പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ആക്ച്വലി അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇത്രയും ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ലൈഫിൽ നമുക്ക് ലേൺ ചെയ്യുന്നത് കറക്റ്റായാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ലൈഫിൽ വലിയൊരു നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടന്നു നോക്കാം. ലേണിംഗ്. ആർ റെഡി? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ RE. Just comment on RE. If you're ready and excited, just comment on RE. Just comment on RE. Okay.
ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 15 വേസ്. നമുക്ക് ലേണിങ്ങിന് നമുക്ക് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ലേണിംഗിലേക്ക് പോകുന്നതിന് മുൻപ് ആ ലേണിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ലേൺ ചെയ്യാൻ പ്രത്യേക രീതിയുണ്ടോ? തീർച്ചയായിട്ടും പ്രത്യേക രീതിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ലേൺ ചെയ്യുന്നത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലേൺ ഇൻ ദ റൈറ്റ് വേ. ശരിയായ രീതിയിൽ റൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേൺ ചെയ്യണം. ശരിയായ രീതിയിൽ റൈറ്റ് ആയിട്ട് ലേൺ ചെയ്യണം. ചുമ്മാ ലേൺ ചെയ്ത് പോകരുത്. അപ്പൊ ലേൺ ചെയ്യുന്നത് ശരിയായ രീതിയിലാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരിയായ രീതിയിൽ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശരിയായ രീതിയിൽ ലേൺ ചെയ്യുന്നത് നമ്മളുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ടൈം, നമ്മളിടുന്ന പണം, നമ്മളിടുന്ന എഫേർട്ട്, 3 കാര്യങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. നമ്മുടെ മണി അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, നമ്മളുടെ ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ എനർജി അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, എഫേർട്ട് ഇടുന്നുണ്ടാവും. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, എഫേർട്ട് ഇടുന്നത് നമുക്ക് റൈറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം. അപ്പൊ ആദ്യം ലേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് വെച്ചാൽ, ഡോണ്ട് ലേൺ ജസ്റ്റ് എനിത്തിങ്. എന്തും പഠിക്കുക എന്നുള്ള ഒരു സ്വഭാവം നമുക്ക് മാറ്റാം. എല്ലാം പഠിക്കുക എന്നുള്ള സ്വഭാവം മാറ്റുക. മറിച്ച് എന്ത് ചെയ്യുക? വാട്ട് യു നീഡ്? യു നീഡ് റൈറ്റ് നോളജ്. ശരിയായ നോളജ് ആണ് വേണ്ടത്. എന്താ വേണ്ടത്? ശരിയായ നോളജ് ആണ് വേണ്ടത്. യു നീഡ് റൈറ്റ് നോളജ്. ജസ്റ്റ് എല്ലാം പഠിക്കുന്നത് സ്വഭാവം നിർത്തണം. ആ ക്ലാസ് കേട്ട് നോക്കാം, ഈ ക്ലാസ് കേട്ട് നോക്കാം, അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാം, ഇത് അറ്റൻഡ് ചെയ്ത് നോക്കാം, ഇത് അറ്റൻഡ് ചെയ്ത് നോക്കാം, യൂട്യൂബിൽ ആ വീഡിയോസ് കാണാം, ഈ വീഡിയോസ് കാണാം, ഫ്രീ ആയിട്ടുള്ള മറ്റുള്ള വീഡിയോസ് കാണാം, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാണാം. ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് കാണുന്ന സ്വഭാവമാണ്. ആൻഡ് ദേ ആർ ആക്ച്വലി ലിറ്ററലി വേസ്റ്റിംഗ് ദെയർ ടൈം. ഉപകാരപ്പെടുന്ന കാര്യമാണ്, പക്ഷെ നല്ല കാര്യമാണ്, ഉപകാരപ്പെടുന്ന കാര്യമല്ല. ആക്ച്വലി നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ശരിയായ ഒരു കാര്യം നിങ്ങൾ തെറ്റായ സമയത്താണ് ചെയ്യുന്നത് എങ്കിൽ അത് തെറ്റായ കാര്യമാണ്. എന്താണ്? ശരിയായ ഒരു കാര്യം നിങ്ങൾ തെറ്റായ സമയത്താണ് ചെയ്യുന്നത് എങ്കിൽ അതൊരു തെറ്റായ കാര്യമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്തൊരു നോളജ് നിങ്ങൾ ഇപ്പോൾ ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ടൈം മാറ്റി വെക്കുക, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമാണ്. അത് ശരിയായ കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള റെലവെന്റ് ആയ അറിവ് മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. റെലവെന്റ് ആയ അറിവ്, റെലവെന്റ് ആയിട്ടുള്ള നോളജ്, റെലവെന്റ് ആയിട്ടുള്ള ഇപ്പോൾ അത് ആവശ്യമുണ്ടോ? എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ? ഇപ്പോൾ അത് റെലവെന്റ് ആണോ? അല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇത് റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് പഠിക്കുക എന്നുള്ളത് റെലവെന്റ് ആണോ? നാളെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? അതല്ല ഫ്യൂച്ചറിൽ അതിൻ്റെതായിട്ട് സമയമുണ്ടെങ്കിൽ ആ സമയത്ത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് ആവും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കുക. അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന പല അറിവുകളും നോക്കുന്ന പല അറിവുകളും സംഗതികളും കറക്റ്റ് അല്ല. റൈറ്റ് നോളജ് ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രോബ്ലം. എന്താ? ഇന്നത്തെ കാലത്ത്, പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അറിവ് കിട്ടാനുണ്ടായിരുന്നില്ല. അറിവ് ചില ആൾക്കാരിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി വന്നു, എല്ലാ അറിവും നമ്മളിലേക്ക് വരുന്നു. ഇപ്പോഴുള്ള പ്രോബ്ലം എന്താണ്? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള അറിവുകളൊക്കെ വന്നിട്ട് ബോംബാർഡ് ചെയ്യപ്പെടുന്നു. Yes or no? Do you agree with me? So now knowledge is bombarded with. പുതിയ ചാലഞ്ച് ആണ് ഇപ്പോൾ ഉള്ളത്, പഴയ ചാലഞ്ച് അല്ല. ഏതൊരു പുതിയ മാറ്റത്തിന്റെ കൂടെയും പുതിയ ചലഞ്ചസ് വരും. ഇപ്പോൾ പുതിയ ചലഞ്ച് എന്ന് പറയുന്നത് യു ആർ ബീങ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് ദ സെയിം ഇൻഡസ്ട്രി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന അതേ നോളജ്, അതേ അറിവുകൾ തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് അസുഖം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. സോർണോ സോർണോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓവർ കൺസംഷൻ വരാതെ നോക്കണം. നിങ്ങളിവിടെ എല്ലാ ദിവസവും ഇവിടെ മോർണിംഗിൽ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് നോട്ട് ലേണിംഗ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ലേണിംഗ് അല്ല. റൈറ്റ് നോളജിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടതും ചോദിക്കേണ്ടതുമായിട്ടുള്ള ചോദ്യം ഇതാണ്: ഡിഫൈൻ യുവർ ഔട്ട്കം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിഫൈൻ യുവർ ഔട്ട്കം. നമ്മളധികം ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്, ഡോപ്പമൈൻ ഹിറ്റ് കിട്ടും. ഡോപ്പമൈൻ ഹിറ്റ് കിട്ടുന്ന രസങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക, രസങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ കേൾക്കുമ്പോൾ രസമാണ്. പക്ഷെ ഈ രസത്തിന് മുടക്കുന്ന പണം, ഈ രസത്തിന് മുടക്കുന്ന ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റുകൾ മാത്രം ആയി മാറുന്നുണ്ടോ?
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതികൾ ചിലത് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് രസമായിട്ട് കേട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഗതിയാണോ? ഓർ ആർ യു പ്ലേയിങ് ഇറ്റ്? ഇത് പഠിക്കുന്നുണ്ടോ? ഇത് ഉപയോഗപ്പെടുന്നുണ്ടോ? ഇത് ശരിക്കും റെലവെന്റ് ആണോ? ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഒന്ന് ഇരുത്തി ചിന്തിക്കുക. ഇന്ന് ചിന്തിപ്പിക്കുന്ന പ്രോഗ്രാം ആയിരിക്കും. യു വിൽ തിങ്ക് ട്വൈസ് ബിഫോർ ലേണിംഗ് ആൻഡ് യു മസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, what you should do? You must think like that. Are you learning in the right way? റൈറ്റ് വേയിലൂടെയാണ് ലേൺ ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമുക്ക് എന്താ വെച്ചാൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ? സോ വി ഷുഡ് ആസ്ക് അബൌട്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണോ നടക്കുക? നമ്മൾ ചിന്തിക്കണം, എനിക്കിത് ആവശ്യമുള്ളതാണ്. ഇനി രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ടേ പഠിക്കാൻ പാടും. എത്രയോ കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴും ലൈഫ് രക്ഷപ്പെടുന്നില്ല. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യും, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യും, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യും. ആക്ച്വലി ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും ചിന്തിച്ചിട്ടാണോ ഇതും എനിക്ക് ഉപകാരപ്പെടുമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നവരാണ്. എന്നാലോ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യില്ല, എന്നാലോ കംപ്ലീറ്റ് ചെയ്യോ, എന്നാലോ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യോ. അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, കോഴ്സിന് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരുന്നു അത്? തുടക്കത്തിൽ അതൊരു ആവേശം മാത്രമായിരുന്നു, അതൊരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു, അത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് നീഡഡ് ഫോർ യു. പറഞ്ഞു എത്ര പേരുണ്ട് അങ്ങനെ കോഴ്സ് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ട് പെൻഡിങ് ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ. ഒരുപാട് കോഴ്സിന് എൻറോൾ ചെയ്തിട്ട് പെൻഡിങ് ഉള്ളവരുണ്ട്. ജസ്റ്റ് കമന്റ് ചെയ്ത് മീൻ. ജസ്റ്റ് കമന്റ് ഡൗൺ. ഉണ്ട്, ഇല്ലാണ്ടിരിക്കില്ല. യെസ്, കുമാരൻ സാർ എന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. യെസ്. സോ ഷെറീജ, യാ ആമിന, പലരും അങ്ങനെ ചിന്തിച്ചിട്ട് കേട്ടോ. എന്താ വേണ്ടത്? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക, ശരിക്കും ഇതെനിക്ക് ആവശ്യമുള്ളതാണ്. റെലവൻസ് ചെക്ക് ചെയ്യണം. ശരിക്കും എനിക്കിത് ആവശ്യമുള്ളതാണ്. ശരിക്കും എനിക്കിത് റൈറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടതല്ലേ?
ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഇപ്പോൾ ജോയിൻ ചെയ്യൂ കേട്ടോ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഹലോ, യെസ്, ഐ എം സോറി. ആക്ച്വലി ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ കട്ടായി പോയി. എന്തോ ചെറിയ നെറ്റ്വർക്ക് എറർ കാണിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. എനിവേ, ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. സോ ഓക്കെ, പ്രോഗ്രാം കൊച്ചിയിൽ നടക്കുന്ന പ്രോഗ്രാം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ സോ അവിടെ വെച്ചിട്ടുണ്ട്. എനിവേ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. ഈ ഒരു നമ്മളുടെ ഐ തിങ്ക് വാട്ട് വാസ് ദ ടോപ്പിക്, സോറി, വാട്ട് വാസ് ദ പോയിന്റ്, ലാസ്റ്റ് പറഞ്ഞത് പോയിന്റ് എന്തായിരുന്നു? ഡിഫൈൻ ഔട്ട്കം. നമ്മൾ ഔട്ട്കം ഡിഫൈൻ ചെയ്യണം. ചോദ്യമുണ്ട്, ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ ഇപ്പോൾ റെലവെന്റ് ആയിട്ട് ഈ ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ പഠിക്കേണ്ട കോഴ്സ് ഏതാണ്, അറിവ് ഏതാണ്, ഏതൊക്കെ വീഡിയോസ് ആണ് ഞാൻ കാണേണ്ടത്, ഏതൊക്കെ സ്കില്ലാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏത് സ്കില്ലാണ്? എല്ലാ മാസവും സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പർപ്പസ് ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ദ ഔട്ട്കം ആൻഡ് ഡിഫൈൻ ദ പർപ്പസ്. എന്തെങ്കിലും ഒരു സ്കില്ല്. നെക്സ്റ്റ് ചോദിക്കുക, ഫസ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് സ്കിൽ ഐ ഷുഡ് ഡെവലപ്പ്. ഓക്കെ, ഏത് സ്കില്ലാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്? അതെന്ത് ഡിഫൈൻ ചെയ്യുക. ഏത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? രണ്ടാമത്തത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, സ്കിൽ അല്ലാതെ ചിലപ്പോൾ നമുക്കൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യായിരിക്കും വേണ്ടി വരും. വിച്ച് മൈൻഡ് സെറ്റ് ഐ ഷുഡ് ഡെവലപ്പ്? ഒന്ന് എഴുതിയേ, വിച്ച് മൈൻഡ് സെറ്റ് ഐ ഷുഡ് ഡെവലപ്പ് ഇൻ 3 months. അടുത്ത 3 months ഞാൻ ഡെവലപ്പ് ചെയ്യാം. വിച്ച് വിൽ ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ വിച്ച് വിൽ ചേഞ്ച് മൈ ലൈഫ് എന്നുള്ളത് ചിലപ്പോൾ എന്തായിരിക്കാം? മൈ ലൈഫ് എന്നുള്ളത് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം? പ്രൊഫഷൻ, ബിസിനസ്, സെയിൽസ്, ഇൻകം. ഓക്കെ, നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിരിക്കാം, ഇൻകം വർദ്ധിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഏതെങ്കിലും രീതിയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില മൈൻഡ് സെറ്റ് ഉണ്ട്. വിച്ച് മൈൻഡ് സെറ്റ് ഐ ഷുഡ് ഹാവ്. നെക്സ്റ്റ്, what type of energy I need. Sometimes for some knowledge will give you energy. ഒരു എനർജി നിങ്ങൾക്ക് തരും. ഓവറോൾ നിങ്ങളുടെ എനർജി അങ്ങ് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ഒരു ഓറ ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ലഭിക്കേണ്ടി വരും. ഫോർ ദാറ്റ് യു മൈറ്റ് ബി നീഡ് നോളജ്. യു മൈറ്റ് നീഡ് സം കോഴ്സ്. നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ. മൈൻഡ് സെറ്റ്. അടുത്ത എന്താണ്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വിച്ച് ഇസ് കോൾഡ് എനർജി. നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു മൈറ്റ് നീഡ് സം ട്രാൻസ്ഫോർമേഷണൽ കോഴ്സ്. ഏതെങ്കിലും കോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് എനർജി യു വാണ്ട് ടു ഷിഫ്റ്റ്, യു വാണ്ട് ടു ക്രിയേറ്റ്? സോ നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് യു ഷുഡ് ഹാവ് ദിസ് 3 months, വിത്തിൻ 3 months. അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട പുതിയ സ്ട്രാറ്റജീസ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് യു നീഡ്? എന്തെല്ലാം സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് വേണം? എന്തെല്ലാം സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് വേണം? ഏതൊരു കോഴ്സ് ചെയ്യുന്നതിന് മുൻപും ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില ടെക്നിക്സുകൾ, ചില തന്ത്രങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സ്കിൽ എന്താണ്? സ്കിൽ എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, സെയിൽസ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാനുള്ള സ്കില്ല്, ഓർഗനൈസിങ് സ്കില്ല്, ഫൈനാൻഷ്യൽ സ്കില്ല്. ഓക്കെ, അടുത്തത് നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് അറിയേണ്ടി വരും. അടുത്തത് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ടോട്ടൽ എനർജി മൂവ്മെന്റ്, ഫുൾ നിങ്ങളുടെ ഒരു എനർജി ഫുൾ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു വൈബ് ഉണ്ടല്ലോ, ഫുൾ മൂഡ്.
അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യണം, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിന് ചിലപ്പോൾ നിങ്ങൾ ചില കോഴ്സുകൾ, ചില പ്രോഗ്രാമുകൾ ഹെൽപ്പ് ചെയ്യും. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ട്രാറ്റജീസ്, ചില തന്ത്രങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അടുത്ത ചിലപ്പോൾ നിങ്ങൾക്ക് യു മൈറ്റ് നീഡ് സം നെറ്റ്വർക്ക്സ്. ഓക്കെ, സോഷ്യൽ നെറ്റ്വർക്ക്സ് എഴുതിക്കോ. സോഷ്യൽ നെറ്റ്വർക്ക്സ്, നിങ്ങൾക്ക് ചില സോഷ്യൽ നെറ്റ്വർക്ക്സുകൾ വേണ്ടി വരും. ചില റിലേഷൻഷിപ്പ്, അങ്ങനെ തന്നെ എഴുതിക്കുക. ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടി വരും, ചില ബന്ധങ്ങൾ. യു മൈറ്റ് നീഡ് സം കൊളാബറേഷൻസ്, പാർട്ട്ണർഷിപ്സ്, സപ്പോർട്ട്. യു മൈറ്റ് നീഡ് സം സപ്പോർട്ട് ഫ്രം പീപ്പിൾ. മറ്റുള്ള ആൾക്കാരിൽ നിന്നൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ അസോസിയേഷൻ, കൊളാബറേഷൻ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും. ഫോർ ദാറ്റ് യു മൈറ്റ് നീഡ് ടു ഡു സം പ്രോഗ്രാം. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. കാരണം ഒന്നുകിൽ എന്താ, നെറ്റ്വർക്കിംഗ് ഇവന്റ്സുകൾക്ക് പോകാം. ഇത്ര സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രോഗ്രാം, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം, അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു എനർജി നൽകും, നിങ്ങൾക്ക് കുറേ നോളജ് നൽകും. ഈ പറഞ്ഞിരിക്കുന്ന മൈൻഡ് സെറ്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അവിടെ കുറെ കണക്ഷൻസ് ചിലപ്പോൾ ആ പ്രോഗ്രാം എന്താണെന്ന് പറയാമോ സാറേ? സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രോഗ്രാം ആക്ച്വലി മണി കോൺക്ലേവ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കൊച്ചിയിൽ വെച്ചിട്ട്, അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്നും നാളെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അതൊരു എക്സ്പോ പോലെയാണ്. അതിൻ്റെ എൻട്രി ഫീ വരുന്നത് 499 രൂപയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ 50ഓളം സ്റ്റാളുകളുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ബിസിനസ് സർവീസുകളും സപ്പോർട്ടൊക്കെ ലഭിക്കുന്ന അതിനെക്കുറിച്ച് അറിവുകളൊക്കെയാണ് അതിൽ കിട്ടുള്ളൂ. പിന്നെ പക്ഷേ കോൺഫറൻസ് നടക്കുന്നുണ്ട് അവിടെ. ഐ മീൻ ഒരുപാട് സ്പീക്കേഴ്സ് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഈ 2 ദിവസം. അപ്പോൾ ഈ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. അത് നിങ്ങളെ ശരിക്കും എനർജൈസ് ചെയ്യും, നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. ഡിഫറെൻറ്റ് സ്പീക്കേഴ്സാണ്, കുറഞ്ഞ സമയത്തേക്കാണ് അവർ സംസാരിക്കുന്നത്. സോ അത് നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് അവരുടെ സെഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അതൊന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യാം. അതിന് പക്ഷേ 2999 രൂപ അതിന് എൻട്രി ഫീ വരുന്നുണ്ട്. സോ ഇന്ന് തന്നെയാണോ അത് രണ്ടും നടക്കുന്നത്? ഇന്ന് തന്നെയാണ്. രണ്ടും ഒരു ലൊക്കേഷനിൽ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം സ്റ്റാൾ വിസിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പ്രോഗ്രാമിലേക്ക് ചെല്ലാം. ഇറ്റ്സ് അപ് ടു യു. ഇതിൽ 2 സൗകര്യങ്ങളും ഒരൊറ്റ പ്രൈസിൽ അവിടെ അവൈലബിൾ ആക്കി വെക്കണം. പക്ഷേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫീ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാരണം പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമായിരിക്കും. സോ നിങ്ങളൊന്ന് പങ്കെടുക്കുക. നിങ്ങൾ അറിവിലേക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ. പങ്കെടുക്കാൻ പറ്റും. ഇന്ന് തന്നെയാണോ? ഇന്ന് തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തന്നെയാണ്, ഇന്നും നാളെയും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രോഗ്രാമിലേക്ക് താല്പര്യമുള്ളവർ പോയിക്കോളൂ. എനിവേ, നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ ടോപ്പിക്കിൽ വരുമ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് കൊണ്ടുവരാൻ, ഓക്കെ, ഹ്യൂജ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗപ്പെടുത്താം, ഈ ഒരു മെത്തേഡ്. അതായത് റൈറ്റ് ഡിഫൈനിങ് യുവർ ഔട്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പഠിക്കാൻ വേണ്ടി ചുമ്മാ പഠിക്കരുത്. നമുക്ക് 2 തരത്തിലുള്ള ലേണിംഗ് ഉണ്ട്. ഇന്റൻഷണൽ ലേണിംഗ് ഉണ്ട്, കാഷ്വൽ ലേണിംഗ് ഉണ്ട്. എന്താ കാഷ്വൽ ലേണിംഗ്? കാഷ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ട് നോക്കാം, ഒന്ന് പഠിച്ചു നോക്കാം, ഒന്ന് പോയി നോക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള സംഗതികൾ. അത് കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ ഇങ്ങനെ കേൾക്കുന്ന സ്വഭാവം. പക്ഷെ അത് കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി മാറും. ഫ്രീ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ സീരിയസ് ആയിട്ട് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കണം. അതാണ് ഇന്റൻഷണൽ ലേണിംഗ്. നിങ്ങൾക്ക് തോന്നും പണം കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം കേൾക്കുന്നതാണ് ബുദ്ധിയല്ല, മണ്ടത്തരമാണ്. അത് മാത്രം കേട്ട് പോകുന്നത് ഞാൻ പറയുന്നത്. അത് മാത്രം കേട്ട് പോകുന്ന സ്വഭാവം, അല്ലെങ്കിൽ അത് ബുദ്ധിയാണ്, അത് മാത്രമാണ്. എന്തിനാ പണം കൊടുക്കുന്നത്? എന്തിനാ പണം കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്? അവർക്ക് പൈസ കൊടുത്തിട്ട് അവർ രക്ഷപ്പെടില്ല. ആറ്റിറ്റ്യൂഡ് വിട്. ലെറ്റ് ഗോ ദാറ്റ് ആറ്റിറ്റ്യൂഡ്. പൂർ മൈൻഡ് സെറ്റാണ്. ഗിവ് ദം മണി. മനസ്സിലാകുന്നുണ്ട്? ആ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണം കൊടുക്കുക. 1000, 2000, 3000 രൂപയോ എത്ര വെച്ചാൽ കൊടുക്കുക. ആൻഡ് let them come to you. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ് നോളജ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. സ്ട്രക്ചേർഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരു 5000, 10000 ഒക്കെ കൊടുത്താലും അതിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പം അത് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഇനിയിപ്പോൾ 1 ലക്ഷം രൂപ വന്നാലും അത് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യപ്പെടും. യുവർ ലൈഫ് വിൽ ബി ഷിഫ്റ്റഡ്.
മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. സോ ചേഞ്ച് യുവർ ലൈഫ് by investing enough money for your skill set. നിങ്ങളുടെ സ്കിൽ സെറ്റിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ ചേഞ്ച് യുവർ ലൈഫ് by doing this. It will definitely change the way you think. It will definitely change the way you act. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? കാഷ്വൽ ആയിട്ടുള്ള ലേണിംഗ് ഒഴിവാക്കുക, ഇന്റൻഷണൽ ലേണിംഗ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ ക്ലാസ് കേട്ടത്. ഇപ്പൊ ഇവിടെ തന്നെ എത്രയോ ആൾക്കാർ വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കാം കിച്ചണിൽ ജോലി ചെയ്യുന്നതിന് സമയത്ത് കേൾക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ലാതെ ഒരു ടേബിളിന്റെ മുൻപിൽ ഇരുന്ന് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇരുന്ന് കേൾക്കാം. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് ബെഡിൽ കിടന്ന് കേൾക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾ അൺമ്യൂട്ട് ഒന്നും ചെയ്യണ്ട. എത്രയോ പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റായിട്ട് ഇരുന്ന് ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ച് ഒരു നോട്ട് പാഡും പേനയും എടുത്തിട്ട് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഐ വാണ്ട് ടു ചേഞ്ച് മൈ ലൈഫ്, ദിസ് പേഴ്സൺ വിൽ ചേഞ്ച് മൈ ലൈഫ്. അങ്ങനെ പഠിക്കണം. അതാണ് ഇന്റൻഷണൽ ലേണിംഗ്. അവർ രക്ഷപ്പെടും. മറ്റുള്ളവർ കിടന്ന് ഇങ്ങനെ ചുമ്മാ കേൾക്കുന്നുണ്ടാവും, വെറുതെ പേരിന് കേൾക്കുന്ന ആൾക്കാർ. ചുമ്മാ കേൾക്കുന്നവരുണ്ടാവും, വെറുതെ പേരിന് കേൾക്കുക. അത് കേട്ട് നോക്കാം. ലൈക്ക് മടി പിടിച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ പോലും ഒരവസ്ഥയിലായിരിക്കും, ബെഡിലായിരിക്കും, ഇങ്ങനെ കേൾക്കാം. മെഡിറ്റേഷൻ ചെയ്യാം, എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്താലല്ലേ കേട്ട് നോക്കാം. നോ, ഡോണ്ട് ഡു ദാറ്റ്, ബിക്കോസ് ദാറ്റ് ബിക്കംസ് യുവർ ഹാബിറ്റ്. അത് നിങ്ങളുടെ ഹാബിറ്റായി മാറി. ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അത് നിങ്ങളുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറി. ലൈവ് നിങ്ങൾ ദ വേ യു ഡു വൺ തിങ് ഇസ് ദ വേ യു ഡു എവറിത്തിങ്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്, ദ വേ യു ഡു വൺ തിങ് ഇസ് ദ വേ യു ഡു എവറിത്തിങ്. നിങ്ങൾ ഒരു കാര്യം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയായിരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നുവോ അതുപോലെയായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത്. ദ വേ യു ഡു വൺ തിങ് ഇസ് ദ വേ യു ഡു എവറിത്തിങ്. നിങ്ങൾ ഒരു കാര്യം വളരെ കാഷ്വൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടോ? നമുക്ക് ഏതൊരു കാര്യത്തിനെയും വളരെ കാഷ്വൽ ആയിട്ട്, വളരെ സില്ലി ആയിട്ട് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പലതിനെയും നിങ്ങളുടെ കരിയർ എവിടേക്കും എത്തില്ല. ഇത് നിങ്ങളുടെ ഒരു പാറ്റേൺ ആണ്, ഇത് നിങ്ങളുടെ സ്വഭാവമാണ്, ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും, ഇത് ചേഞ്ച് ചെയ്തേ പറ്റും. സോ whenever if you are learning something, learning is a serious act. അത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇഫ് യു ആർ ലേണിംഗ്, ലേൺ ദ റൈറ്റ് വേ. കാരണം ഇഫ് യു ഡിഡ്ന്റ് ലേൺ ദ റൈറ്റ് വേ, whatever you are learning, you are becoming that. Who are you becoming? നിങ്ങൾ ആരായി മാറുന്നു? നിങ്ങൾ ആരായി മാറുന്നത്? നിങ്ങളുടെ ശീലങ്ങൾ എന്താണോ, നിങ്ങളുടെ ശൈലികൾ എന്താണോ, എവറി ഡേ വാട്ട് കൈൻഡ് ഓഫ് habits and what kind of method you are using, you are becoming that method, you are becoming that habit. Your life is becoming that habit. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു നിങ്ങളതായി മാറും. അതുപോലെ ആ രീതിയെ പോലെ നിങ്ങളുടെ ലൈഫായി വളരെ കാഷ്വൽ. ലൈഫ് ബിക്കം കാഷ്വൽ. Work will become casual. Result will become casual. വളരെ സില്ലി ആയിട്ട് പോകും. നിങ്ങളൊരു ആശാന്റെ അടുത്ത് പോയി പഠിച്ചു, ഓക്കെ, ആ ആശ നിങ്ങൾ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നില്ല. ആ ആശാൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരാൾ എന്ത് ചെയ്യണം, ഒരു ആശാരിപ്പണി പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇയാൾ ആശാരിപ്പണി എടുക്കുന്ന സമയത്ത് വൃത്തിക്ക് ആയുധങ്ങൾ എടുത്തു വെക്കുന്നില്ല. അപ്പൊ അയാളുടെ പണിക്കാരൻ എങ്ങനെ ആയിരിക്കും? അതുപോലെ തന്നെ ആയിരിക്കും. എസ് ഓർ നോ? എസ് ഓർ നോ? അയാൾ പ്രോപ്പറായിട്ട് എന്താ വെച്ചാൽ അയാളുടെ ലൈക്ക് യുനോ ആ മരം കട്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് മിനുസപ്പെടുത്തുന്നില്ല.
അതിന്റെ ഫിനിഷിംഗ് വർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, തട്ടിയൊപ്പിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു, വൃത്തിക്ക് പണി ചെയ്യുന്നില്ല. അയാളുടെ ശിഷ്യൻ എന്തായി മാറും? അയാൾ അങ്ങനെയായി മാറും. നിങ്ങൾ ആ ശിഷ്യൻ പഠിക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് ഹി ബിക്കംസ് ദാറ്റ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? യു ബിക്കം ദാറ്റ്. സീരിയസ് ആയിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഇന്റൻഷണൽ ലേണിംഗ്, ഉദ്ദേശത്തോട് കൂടി പഠിക്കുക. എന്റെ ലൈഫ് മാറണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി പഠിക്കുക. മനസ്സിലായോ? ബി വെരി സീരിയസ് അബൌട്ട് യുവർ ലേണിംഗ് സ്റ്റൈൽസ്. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ സീരിയസ് ആയിരിക്കണം. കാരണം ആ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫ് ഡിഫൈൻ ചെയ്യപ്പെടുക. ബിക്കോസ് നിങ്ങൾ ലേൺ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളെ സൃഷ്ടിക്കാനാണ്. അപ്പൊ ആ ലേൺ ചെയ്യുന്നിടത്ത് ഓൾറെഡി മൈൻഡിന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കമാൻഡ് കൊടുത്തുപോയി. മൈൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫിന് ഓവറോൾ ഇറ്റ് ബിക്കംസ് ദാറ്റ്. യു ബിക്കം ബട്ട് യു ലേൺ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായിത്തീരും. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളായിത്തീരും. ഷാസ് പറഞ്ഞ എൻ്റെ പ്രോബ്ലം ടൈം മാനേജ്മെന്റ് ആണ്. ഹൗ ടു സോൾവ് ദാറ്റ്. നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഷാസ് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോഗ്രാം 5 ദിവസത്തെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള. ടൈം മാനേജ്മെന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗോൾ സെറ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കറക്റ്റായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഔട്ട്കം സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ മൈൻഡ് പവർ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. തോട്ട് മാനേജ്മെന്റ് കോഴ്സ് ആസ് വെൽ. സോ കം ആൻഡ് ഡു ദ പ്രോഗ്രാം. മനസ്സിലാകുന്നുണ്ട്? ഞാൻ തന്നെയാണ് എടുക്കുന്നത്. സബിത ചോദിക്കുന്നത് ഞാനാണോ ക്ലാസ് എടുക്കുന്നത്? യെസ്, ഞാൻ തന്നെയാണ് പ്രോഗ്രാം എടുക്കുന്നത്. 5 ഡേയ്സും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ദ പ്രോഗ്രാം 30th സ്റ്റാർട്ട് ചെയ്യുന്നത്. 30ാം തീയതി പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. 1899 രൂപയേ ഉള്ളൂ. ചെറിയ ഫീസേ ഉള്ളൂ. എല്ലാവർക്കും പങ്കെടുക്കാം. ഡോണ്ട് മിസ് ദിസ്. ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ ദ ന്യൂ ഇയർ. യൂട്ടിലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ 23ാം തീയതി വേറെ പ്രോഗ്രാം ഉണ്ട്, ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ്. നമ്മുടെ ട്രോമാസ് എങ്ങനെ ഹീൽ ചെയ്യാം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പ്. ഇറ്റ് വിൽ ആൾസോ ചേഞ്ച് യുവർ ലൈഫ്. കം ആൻഡ് ഡു ദാറ്റ് പ്രോഗ്രാം ആസ് വെൽ. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യം ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുക. അടുത്തത് എന്താണ്? ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആൻഡ് ലേൺ ഫ്രം ദ റൈറ്റ് പേഴ്സൺ. ചുമ്മാ എല്ലാവരുടെ അടുത്തും പഠിക്കരുത്.
ഹലോ ഹായ്. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഐ എം സോ സോറി. നമ്മുടെ നെറ്റ്വർക്കിന് ഇന്ന് ശരിക്കും വൈഫൈ കണക്ഷൻ എന്തോ ഇഷ്യൂ ഉണ്ട്. ഐ തിങ്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോഗ് ഔട്ട് ആവുന്നു. ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താ, ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? ലേൺ ഫ്രം ദ എക്സ്പേർട്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് പഠിക്കണം. നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് പഠിക്കണം. എക്സ്പീരിയൻസ് ഉള്ള റൈറ്റ് ആയിട്ടുള്ള ഒരാളെടുത്ത്, റൈറ്റ് കോച്ചിന്റെ അടുത്ത് പഠിക്കുക. പിന്നെ കോച്ചുമാരെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. സ്റ്റിക്ക് വിത്ത് വൺ കോച്ച് ഫോർ 2 years. ഒരു മിനിമം 2 years എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോച്ചിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, ഒരു മെന്ററുടെ കൂടെ പഠിക്കുക. ലോങ് ടേം പ്രോഗ്രാമുകൾ എടുക്കുക. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 1 day പ്രോഗ്രാം എടുക്കാം, അല്ലെങ്കിൽ 2 day പ്രോഗ്രാം എടുക്കാം, 10 days പ്രോഗ്രാം എടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ വെച്ചാൽ 30 days പ്രോഗ്രാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ടൈം പ്രോഗ്രാം എടുത്തതിന് ശേഷം സ്റ്റിക്ക് വിത്ത് ദാറ്റ് മെന്റർ, ദെൻ കണ്ടിന്യൂ ടേക്കിംഗ് എ ലോങ്ങർ പ്രോഗ്രാം. ഒരു വർഷം 6 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള പ്രോഗ്രാം ഉണ്ടെങ്കിൽ സ്റ്റിക്ക് വിത്ത് ദാറ്റ് മെന്റർ ആൻഡ് ലേൺ ഫ്രം ഹിം. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന മെന്ററാണ് എങ്കിൽ, കണക്ട് ചെയ്യാൻ പറ്റുന്ന മെന്ററാണ് എങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന, നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മെന്റർ എടുത്ത് എന്ത് വെച്ചാൽ സ്റ്റിക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. ബോറടിച്ചേക്കാം, ചിലപ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം, പക്ഷെ സ്റ്റിക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. ഇഫ് യു തിങ്ക് ദാറ്റ് പേഴ്സൺ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, സ്റ്റിക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ ആൻഡ് that person will change your life. മനസ്സിലാവുന്നുണ്ടോ? That person will change your life. Stick with that person and that person will change your life. ആ പേഴ്സൺ എന്താകും? ചേഞ്ച് ചെയ്യും, നിങ്ങളെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. യു ഷുഡ് ഡെവലപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്. അപ്പൊ 1 year പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ തന്നെ ജാനുവരി 1st വീക്കോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന, 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം. ആഴ്ചയിൽ 1 ദിവസത്തെ പ്രോഗ്രാം. ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് സ്കില്ല് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. 1st വീക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ബ്യൂട്ടിഫുൾ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ മെസ്സേജ് അയക്കാം. നമ്പർ ഇവിടെ കൊടുക്കാം. ഇന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. 8086880771. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇതാണ് നമ്പർ കേട്ടോ, 8086880771. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഓൺലൈൻ തന്നെയാണ്. അത് ഓൺലൈനാണ്. 1 year ഓൺലൈനാണ്. വൺസ് വീക്ക് സെഷൻ ഉണ്ടാകും. ആഴ്ചയിൽ 1 സെഷൻ ഉണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം. ഈ പറഞ്ഞ ആഴ്ചയിൽ 1 സെഷൻ. അത് അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് എന്താ വെച്ചാൽ വൺസ് CR നിങ്ങളിപ്പോൾ തീരെ ഏൺ ചെയ്യാത്ത ഒരാളാണ്. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് എങ്ങനെ 1 CR അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ ഇൻകം എങ്ങനെ വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അറിവുകൾ നൽകുന്ന പ്രോഗ്രാമാണ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. സോ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കോഴ്സ് ഫീ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ നമ്പറിൽ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കുക ചെയ്യാം. നിങ്ങൾക്ക് 1-to-1 സെഷൻസ് ഉണ്ടാകും, സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് പോകും. എനിവേ, അത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ്. ഒരു കറക്റ്റായിട്ട് ഇത്രയും വലിയ ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരും, കണ്ടിന്യൂസ് ഹീലിംഗിലൂടെയും തെറാപ്പിയിലൂടെയും ഒക്കെ കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ, ഇന്നത്തെ സെഷൻ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പറഞ്ഞാൽ സ്റ്റിക്ക് വിത്ത് ദാറ്റ്. എപ്പോൾ സ്റ്റാർട്ട് പേയ്മെന്റ്, എപ്പോൾ ഈ ഒരു പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോൾ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതിയോടുകൂടി പേയ്മെന്റ്, അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ വീക്ക് കൊടുക്കണം അല്ലെ? അതെ, ജനുവരിയിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. സബിത, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. അത് കംപ്ലീറ്റ്ലി മണി മേക്കിംഗ് പ്രോഗ്രാമാണ്. പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ട്രെയിനറായിട്ട് മാറുക. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരിക, അതിൽ സെയിൽസ് വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ടീമിനെ ബിൽഡ്, അങ്ങനെ ബിസിനസ് മാത്രം പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. സോ വണ്ടർഫുൾ പ്രോഗ്രാം. യു ക്യാൻ കം ആൻഡ് ലേൺ ഫ്രം ദാറ്റ്.
ഓക്കെ. സോ വൺസ് എ വീക്ക് സെഷൻ ഉണ്ടാകും. ഒരു സെഷൻ ആയിരിക്കും ഉണ്ടാവുക, ആഴ്ചയിൽ ഒരു ദിവസം. അടിപൊളി സെഷൻ ആയിരിക്കും. കാരണം ടു മച്ച് ഇൻഫർമേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്, റൈറ്റ് ഇൻഫർമേഷൻ ആണ് വേണ്ടത്. റൈറ്റ് സ്കില്ല് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. സോ അതൊരു 1 year നീണ്ടു നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓക്കെ. അതിൻ്റെ ഒരു ലെവൽ 6 months ആയിരിക്കും, അടുത്ത ലെവല് 6 months, അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഗിവ് യു കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അടുത്ത സംഗതി എന്താണ്? അടുത്ത പോയിന്റ് വരുന്നത് ലേണിംഗ് ദ റൈറ്റ് വേ. പെരിഫറൽ നോളജ് അല്ല നമുക്ക് വേണ്ടത്, സ്ട്രക്ചേർഡ് നോളജ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. പെരിഫറൽ നോളജ് അല്ല വേണ്ടത്, സ്ട്രക്ചർ. എന്താ പെരിഫറൽ നോളജ്? ഉപരിതലത്തിലുള്ള നോളജ്, മുകളിലുള്ള ഇങ്ങനെ കുറച്ച് നോളജ്. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഡീപ്പ് ആൻഡ് സ്ട്രക്ചേർഡ് നോളജ് ആണ്. സ്കാറ്റേർഡ് നോളജ് അല്ല, സ്ട്രക്ചേർഡ് നോളജാണ് വേണ്ടത്. അതേപോലെ പെരിഫറൽ നോളജ് അല്ല, ഡീപ്പ് നോളജ് ആണ്. ആദ്യത്തെ പനി ഞാൻ പറയാം. സ്കാറ്റേർഡ് നോളജ് അല്ല, സ്ട്രക്ചേർഡ് നോളജ് ആണ് വേണ്ടത്. സ്കാറ്റേർഡ് നോളജ് എന്താണ്? ഈ മോർണിംഗ് ക്ലാസ്സിൽ ലഭിക്കുന്ന സ്കാറ്റേർഡ് നോളജ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം സ്കാറ്റേർഡ് ആണ്. അവിടുന്ന് ഇവിടുന്ന് കുറേശ്ശെ കിട്ടുന്നത്. ഒരു കോഴ്സ് ഫുൾ ടൈം എടുത്ത് പേയ്മെന്റ് അടച്ചെടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? അതൊരു സ്ട്രക്ചേർഡ് നോളജ് ആയിട്ട് മാറും. നിങ്ങൾ ആദ്യം എന്ത് പഠിക്കണം? ഇൻട്രൊഡക്ഷൻ. അതിലെന്തായിരിക്കണം? അത് കഴിഞ്ഞിട്ട് അല്ലേ, ഒരു ബുക്ക് വായിക്കുന്ന പോലെ കറക്റ്റായിട്ട് പഠിക്കുക. ആദ്യം എന്ത് പഠിക്കണം, പിന്നെ എന്താ പഠിക്കേണ്ടത്, സെക്കൻഡ് ചാപ്റ്റർ എന്തായിരിക്കണം, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, ഫിഫ്ത്ത് ചാപ്റ്റർ, സിക്സ്ത് ചാപ്റ്റർ, അങ്ങനെ പറഞ്ഞിട്ട് 8, 9, 10, 12, 13 ചാപ്റ്ററുകൾ കറക്റ്റായിട്ട് അത് കംപ്ലീറ്റ് തുടക്കം മുതൽ അവസാനം വരെ കിട്ടണം അറിയും. യൂട്യൂബിൽ പോയി പഠിച്ചാലുള്ള പ്രശ്നം എന്താ? ഒരു വീഡിയോ ഉണ്ടാവും, അതൊരു 20 മിനിറ്റ് ഉണ്ടാവും, 15 മിനിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തികയോ? അത് ഡീപ്പാണോ? ഡീപ്പാണ്. അത് പെരിഫറലാണ് അല്ലേ? ഇത് പെരിഫറൽ നോളജാണ്. അത് സ്കാറ്റേർഡ് നോളജുമാണ്. ഡീപ്പായിട്ടുള്ള സ്കാറ്റേർഡ് അല്ലാത്ത സ്ട്രക്ചേർഡ് നോളജ് പഠിക്കണം. അതാണ് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ, സക്സസ്ഫുൾ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. വിജയിക്കുന്നവർ അതാ ചെയ്യുന്നത്. സാധാരണക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ കുറേ അറിവ് നേടുന്നതിലല്ല കാര്യം, റൈറ്റ് ആയിട്ടുള്ള നോളജ് നേടുന്നതിലാണ് കാര്യം. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിക്കം എ സ്പെഷ്യലിസ്റ്റ്, നോട്ട് എ ജനറലിസ്റ്റ്. ഒരു ജനറൽ ഡോക്ടർ അല്ല വേണ്ടത്. എല്ലാവരും സ്പെഷ്യലിസ്റ്റുകളാണ്. എസോറാ, ശരിയാണോ? നമ്മൾ ഹീലിംഗിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ദാറ്റ്സ് വൈ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ്. ആൻഡ് വി ആർ ആൾസോ സ്പെഷ്യലൈസിങ് ഇൻ ബിസിനസ് ആസ് വെൽ. ഈ 2 കാര്യത്തിലേ നമ്മളുള്ളൂ, വേറെ നമ്മളില്ല. വേറെ നമ്മളെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്നില്ല. മെമ്മറി ട്രെയിനിങ് നമ്മൾ എടുക്കുന്നില്ല, NLP നമ്മൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളില്ല. നമുക്ക് ആകെ ഇത്രയേ ഉള്ളൂ, ഗോള് അച്ചീവ് ചെയ്യണം, അതിന് ബിസിനസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഇതാണ് ഗോള്. പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോള്. നല്ല ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുക. സോ അതിന് ബിസിനസ് സ്കില്ല് നമുക്ക് ആവശ്യമാണ്, സെയിൽസ് സ്കില്ല് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മുടെ ട്രോമ റൂട്ട് കോസിൽ പോയിട്ട് നമ്മുടെ ട്രോമാസ് ക്ലിയർ ചെയ്യും. അപ്പൊ അതിലെല്ലാം ഉണ്ട്. ഈ സംഗതി 2 ഉണ്ട്. ഇത് 2 നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആണ്. വി ആർ സ്പെഷ്യലൈസിങ് ട്രോമ ഹീലിംഗ്. വി ആർ ആൾസോ അത് EFT ബേസ്ഡ് ആണ്. വി ആർ ഓൺലി ഫോക്കസിങ് ഇൻ ദാറ്റ് ആൻഡ് വി ആർ ആൾസോ ഫോക്കസിങ് ഇൻ ദിസ്. ഈവൻ സ്റ്റുഡൻസ് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ട്രോമ ഹീൽ ചെയ്യുന്നതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ട്രോമ ഹീലിംഗിലൂടെ നമ്മൾ അഡിക്ഷൻ ഒഴിവാക്കും. ട്രോമ ഹീലിംഗിലൂടെ നമ്മൾ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ട്രോമ ഹീലിംഗ്. സോ ഞാൻ വായിക്കുന്ന എല്ലാ ബുക്കുകളും എന്താണ്? ട്രോമ ഹീലിംഗ് ബേസ് ചെയ്തിട്ടാണ്. either ട്രോമ ഹീലിംഗ് ഓർ ബിസിനസ്. ദീസ് ആർ ദ 2 ബുക്സ് ഐ റീഡ്. വേറൊന്നും ഞാൻ വായിക്കില്ല. ഐ ഡോണ്ട് റീഡ് അബൌട്ട്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് ബേസ് ചെയ്തിട്ടുള്ള ബുക്സുകൾ വായിക്കുന്നില്ല. ഏത് മെമ്മറി പവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ, നോ. സോ ബി എ സ്പെഷ്യലിസ്റ്റ്. You need a specialized knowledge, not a general knowledge. Clear ആണോ? കുറച്ചുകൂടെ ഫോക്കസ് ആക്കിക്കൂടെ നമുക്ക്? ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഉണർത്തലാണോ? യെസ്. ഓരോ ദിവസവും പുതിയ അറിവുകൾ ലഭിക്കുന്നുണ്ടോ? ആർ യു മൈൻഡ് ബ്ലോയിങ് ആണോ? ഇഫ് ഇറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്, ജസ്റ്റ് കമന്റ് ഡൗൺ MB എന്ന് കമന്റ് ചെയ്യും. മൈൻഡ് ബ്ലോയിങ് എന്നുള്ളത് MB. റൈറ്റ് ആയിട്ടുള്ള നോളജാണ് നിങ്ങളെ ചേഞ്ച് ചെയ്യും. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി.
Right knowledge. All right. Thank you so much. അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ 23-ാം തീയതി നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള കോച്ചിങ് പ്രോഗ്രാമിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സഹായിക്കുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, അതും ഹീലിംഗ് ഇൻക്ലൂഡഡ് ആണ്. അതിലും കുറച്ച് ഹീലിംഗും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ മോർ ഫോക്കസ്ഡ് ഓൺ മണി മേക്കിംഗ്. റൈറ്റ് നോളജ്. പഠിക്കുന്നത് വെറുതെ ആവരുത്, റൈറ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ എന്തൊക്കെയാ പഠിച്ച പോയിന്റുകൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് തട്ടി നിന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത്. ഏതാ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങളുടെ ഉള്ളിലേക്ക് തട്ടിയ ഒരു പോയിന്റ് ഉണ്ടോ? ഏതാണ് റഷീദ്? ഏതാ? ഒരുപാട് നോളജ് പല സ്ഥലത്തുനിന്നും റിസീവ് ചെയ്യരുതെന്ന്. കാരണം പലതും കൂടെ പഠിച്ചാല് എന്തായാലും ശരിയാവില്ല എന്നുള്ളത് പഠിച്ചു. റൈറ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കണം, റൈറ്റ് സമയത്ത് റൈറ്റ് ആയിട്ട് കാര്യം പഠിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ അറിവുകളാണ് ഓരോ ദിവസം കിട്ടുന്നത്, ശരിയാണോ? ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത്ഭുതപ്പെടുത്തണം. ഞാന് ആദ്യമായിട്ട് എടുത്തൊരു കോഴ്സാണിത്. കോഴ്സ് എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇതേപോലെ മോട്ടിവേഷൻ വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. വരുമ്പോ ഒരുപാട് കാണും. ഇൻസ്റ്റയിൽ ഇങ്ങനെ റീല് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അതൊക്കെ ഒഴിവായി. ഓക്കെ, കുഴപ്പമില്ല. കുറവാണ്. അതെ, ഓവർ കൺസംഷൻ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് കൺസ്യൂം ചെയ്യാൻ പാടില്ല. കാരണം ദാറ്റ് ബിക്കംസ് അനദർ പ്രോബ്ലം. ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പുതിയൊരു അഡിക്ഷനായി മാറുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് പുതിയൊരു അസുഖമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഓക്കെ, സോ don't let that happen to you. Thank you so much for sharing. ഇന്നത്തെ എന്താ പറയുക, നിങ്ങളുടെ ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് വളരെയധികം സന്തോഷം. താങ്ക് യു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ദാറ്റ് ഇസ് ലിസണിങ്. നമുക്ക് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. രൂപേഷ് സാർ, ഹൗ ആർ യു ഡൂയിങ്? ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. താങ്ക് യു. പറയുന്നു, ബട്ട് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ 23rd പ്രോഗ്രാം, പിന്നെ 5 days പ്രോഗ്രാം, 1 year പ്രോഗ്രാം, ഇതിൽ ഏത് വേണം? ഓക്കെ, കൺഫ്യൂഷനിലാണ്. ഡോണ്ട് വറി, ടോക്ക് ടു മീ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഗോൾ സെറ്റിംഗ് പ്രോഗ്രാം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തൽക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1899 രൂപയുടെ പ്രോഗ്രാം ചെയ്യാം. അതിൽ ഗോൾ സെറ്റിങ്ങും മൈൻഡ് പവറും കുറച്ച് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോച്ചിങ് വേണം, ത്രൂ ഔട്ട് ഒരു ഇയർ നിങ്ങൾക്ക് കോച്ചിങ് വേണം എന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് വരാം. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, നല്ല എക്സ്പെൻസീവ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുള്ളൂ. സാറേ, എനിക്ക് അറിയുമ്പോൾ ഞാൻ സെയിൽസിലെ വർക്ക് ചെയ്യണം. ഞാൻ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് എന്റെ വർക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് ഏത് ക്ലാസ് സാർ ഒന്ന് ഡിസൈഡ് ചെയ്ത് പറഞ്ഞു. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ നമ്പറിൽ ബന്ധപ്പെടും. ഓക്കെ, ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞുതരാൻ പറ്റും. കാരണം നിങ്ങൾ സെയിൽസ് ബന്ധപ്പെട്ട് മാത്രമാണെന്ന് പറഞ്ഞു. ആക്ച്വലി ചിലപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുക നിങ്ങളുടെ പ്രോബ്ലം സെയിൽസ് ആയിരിക്കില്ല. നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലം സെയിൽസ് ആയിരിക്കില്ല, സെയിൽസ് ആണ് എന്നുള്ളത് കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ചിലപ്പം മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ട്രോമ റിലേറ്റഡ് ആയിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ സെയിൽസിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ 18 വർഷമായി സെയിൽസ് രംഗത്ത്. അപ്പൊ എനിക്ക് ഫീൽഡിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി കയറി വരാൻ വേണ്ടിട്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. സോ അതിന്റെ റീസൺ എക്സാക്ട്ലി, അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഏതാ മേഖല, ഏതാ നിങ്ങളുടെ ഇൻഡസ്ട്രി, ഏതാ? ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്.
ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ഐ തിങ്ക് 1 year പ്രോഗ്രാം കുറച്ചുകൂടെ റൈറ്റ് ആയിരിക്കും. ആ 1 year പ്രോഗ്രാമിലേക്കാണ് കുറച്ചുകൂടെ റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റതൊക്കെ താൽക്കാലിക സൊല്യൂഷൻ, ഐ മീൻ EFT നല്ലതായിരിക്കും, പക്ഷെ അത് പേഴ്സണൽ ആണെങ്കിൽ, പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ്, നിങ്ങളുടെ എനർജി ഡൗൺ ആണ്, നിങ്ങൾക്ക് ഒന്നിനും പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിലേറ്റഡ് ആണ്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രാറ്റജി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി 1 year പ്രോഗ്രാമാണ് ഏറ്റവും നല്ലത്. കാരണം സ്ട്രാറ്റജിയിൽ നിങ്ങളൊന്ന് എംപവർ ചെയ്യുക, നിങ്ങൾ ടോട്ടലി ഒന്ന് റീഇൻവെന്റ് ചെയ്യുക, നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ബിസിനസ് ഒന്ന് റീഇൻവെന്റ് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിലെ സ്ട്രാറ്റജീസ് റീഇൻവെന്റ് ചെയ്യുക, നിങ്ങളൊരു ഇന്നോവേഷൻ കൊണ്ടുവരിക, നിങ്ങളുടെ ബിസിനസ് ടോട്ടലി ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ള ഫോക്കസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 year പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. കോൺടാക്ട് ദ നമ്പർ. കോഴ്സ് ചെയ്യാൻ പറ്റുമോ? മറ്റേ ഇതും കൂടി ചെയ്യാൻ പറ്റുമോ? ഈ 1 year ഏതാണ്? പ്രോഗ്രാമിന്റെ ഒപ്പം EFT എന്ന് പറഞ്ഞ കോഴ്സും ചെയ്യാൻ പറ്റുമോ? Yeah, 1 year പ്രോഗ്രാമിന്റെ കൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഫ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് ദെൻ യു കൻ ഡു ദ പ്രോഗ്രാം ആസ് വെൽ. അത് നിങ്ങൾക്ക് ചെയ്യാം. 1 year പ്രോഗ്രാമിന്റെ അപ്പൊ കൂടെ മൈൻഡ് സെറ്റും മറ്റേ ഗോൾ സെറ്റും ഓക്കെ ആവൂലേ? രണ്ടും ഓക്കെ ആവും, രണ്ടും അടിപൊളിയായിട്ട് മാറും. ഒന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന 1 year പ്രോഗ്രാമിന്റെ കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട്സും ചേഞ്ച് ആവും. നിങ്ങൾ ഓവറോൾ ആസ് എ പേഴ്സൺ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ 1 year പ്രോഗ്രാമിലേക്ക് വേണ്ടി ഫിറ്റ് ആവും. അതാണ് ഈ 2 പ്രോഗ്രാം. 23 പ്രോഗ്രാമിന് ജോയിൻ ചെയ്തോളൂ. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. കാരണം അത് ചെയ്ത് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റത് സ്റ്റാർട്ട് ചെയ്യുക. സോ 23rd ബാച്ചിൽ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുത്ത ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യും. സോ ഐ തിങ്ക് അതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ റുബൈ സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നസ്രീൻ ആയിക്കോട്ടെ, റഷീദ് ആയിക്കോട്ടെ, ജോസഫ് സാർ, ഒരുപാട് പേര് ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സോ ദേ നോ ദാറ്റ് വർത്ത് how it is the program is. Rupesh sir ഒക്കെ ശരിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. Rupesh sir, you can share your experience if you don't mind. EFT കോഴ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഞാനൊരു ബിസിനസ് പ്രോഗ്രാം വേറെ ഒരു മെൻറ്റർ അടുത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു 1 month കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ആ ബിസിനസ് മെന്റർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരുപാട് ട്രോമാസും കാര്യങ്ങളും നമ്മൾ തന്നെ ഒന്ന് സെറ്റ് ആവണമെന്നുണ്ട്. അങ്ങനെയാണ് ഷാഫി സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ EFT മാസ്റ്റർ ചെയ്ത് EFT റിലേഷൻഷിപ്പ് കോഴ്സ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടല്ലോ. അപ്പം ഓൾമോസ്റ്റ് മെന്റലി ഞാൻ ഡിസൈഡഡ് ആണ് സാറായിട്ട് 1 year കോഴ്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സാറ് ഇപ്പൊ രാവിലെ ഞാൻ കുറച്ചേ കേട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞു. ഒരാളെ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ബി വിത്ത് ഹിം ഫോർ 2 years. അത് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഞാനിങ്ങനെ കുറിച്ച് വെച്ചൊരു സംഭവമായിരുന്നു. പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ടും നമ്മൾ ഇന്റൻഷണൽ ലേണിംഗ് അതൊക്കെ വളരെ വാലിഡാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റിയ ആൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടും ഉള്ളവർക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം പിന്നെ എന്താ പറയാ, സാറുടെ എക്സ്പീരിയൻസും നോളജും കിട്ടി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം ബിസിനസ് എന്നാണ് വിചാരിക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ പേഴ്സണൽ ട്രോമാസും ബാക്കി മൊത്തത്തിൽ എന്താ പറയാ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ എവിടെയാണ് വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം എന്ന് അറിയുള്ളൂ. എനിവേ താങ്ക് യു റുബേഷ് സാർ, വളരെയധികം സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റൻസ്, സവിത മാമിനെ പോലെ എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിബഡി ക്യാൻ ഷൂട്ട് യുവർ ക്വസ്റ്റൻസ്. ഐ എം റെഡി ടു ആൻസർ. അതർവൈസ് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. എന്താ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതേപോലെ തന്നെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഗ്രൂപ്പുകൾ എല്ലാ അപ്ഡേറ്റ്സും വരുന്നുണ്ട്. ഗ്രൂപ്പുകൾ ചെക്ക് ചെയ്യുക, പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. +2 ബാച്ചിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് EFT പ്രോഗ്രാം വരുന്നുണ്ട്. +2 ആൻഡ് ഹയർ. അതായത് +1 നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ചാൽ 7th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ആയിരുന്നു ഇതിനു മുൻപ് കഴിഞ്ഞ ബാച്ച്. +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് വെക്കേഷനിൽ പ്രോഗ്രാം വരുന്നുണ്ട്. സോ യു ക്യാൻ ഡു ദാറ്റ് പ്രോഗ്രാം ആസ് വെൽ. ആ പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും കുട്ടികൾ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അത് ഹാജറ മാം തന്നെയാണ് ചെയ്യുന്നത്. സെയിം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ പീപ്പിൾ. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഒരു പേഴ്സൺ അസൈൻ ചെയ്തതാണ്. ഷീ ഈസ് ഡൂയിങ് ദാറ്റ് റിയലി വെൽ. കഴിഞ്ഞ ബാച്ച് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിങ് ദ സിമിലർ ഫോർ ദ ഹയർ സ്റ്റുഡൻസ് ബാച്ച് ആസ് വെൽ. ഡിഗ്രി പഠിക്കുന്ന വരെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ +1 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ളതാണ്. സ്റ്റുഡൻസ് പ്രോഗ്രാമാണ്, പഠനമാണ് സ്പെഷ്യലൈസേഷൻ. സോ ദാറ്റ്സ് വാട്ട് ഇസ് ഹാപ്പനിങ്. Anyway, thank you.
See you tomorrow. നാളെ കാണാം. Thank you, sir. Thank you so much. Thank you, sir. Thank you. Have a great day. Thank you. Thank you.